ശ്രീ ഹാഷിം അരിയിൽ, ഇപ്പോൾ ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞ് അവസാനിപ്പിച്ച പോയിന്റിൽ നിന്ന് നമുക്കൊന്ന് തുടങ്ങാം. പ്രതിപക്ഷം അവരുടെ അവസരം പ്രയോജനപ്പെടുത്തിയോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. പാർലമെന്റ് സമ്മേളനം തുടങ്ങിയിട്ടിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ്. ഈ പാർലമെന്റിൽ ഈ വിഷയം പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ ആ ചർച്ചയ്ക്ക് സർവാത്മന പിന്തുണ നൽകുകയും ആ ചർച്ച പാർലമെന്റിലാകാം എന്ന് പറയുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടായി. പക്ഷേ പ്രതിപക്ഷം അത്തരത്തിൽ ചർച്ചകൾക്ക് നിന്നുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഒരു രാജ്യത്തെ ബാധിച്ച ഒരു വിഷയമാണ്. 13 കുട്ടികളുടെ ജീവൻ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. മുൻകാലങ്ങളിൽ ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നടന്നതിനെ അതിനെ വെള്ളപൂശാനും കഴിയില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഇതിനോടകം തന്നെ പല നടപടികളും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. 13 കുറ്റവാളികൾ അകത്താകുന്ന സാഹചര്യമുണ്ട്. കുറ്റമറ്റ രീതിയിൽ രണ്ടാമതും പരീക്ഷ നടത്തി അതിൻ്റെ പ്രവേശന നടപടികൾ പുരോഗമിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ. അപ്പോൾ പ്രതിപക്ഷം അവരുടെ അവസരം പ്രയോജനപ്പെടുത്തിയോ എന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പ്രതിപക്ഷം അവരുടെ ധർമ്മം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാർലമെന്റിലും പുറത്തുമൊക്കെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ഇന്ത്യ ഒട്ടുക്കും എല്ലാവരും ആവശ്യപ്പെടുന്നതാണ്. പ്രതിപക്ഷം എന്ന നിലക്ക് മാത്രമല്ല, ഈ കുറ്റകൃത്യത്തിനെതിരെ പ്രതികരിക്കുന്ന ഈ പ്രശ്നത്തിൽ ഏതെങ്കിലും ഒരു നിലക്ക് ആകേണ്ടി വന്നവരാണ് കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലുള്ള ആളുകളും. കാരണം അവരുടെയൊക്കെ കുട്ടികൾ ഈ പറയപ്പെട്ട മൂന്നാലൊരു പരീക്ഷകളിൽ അവരൊക്കെ ഏതെങ്കിലും വിധത്തിൽ ബന്ധത്തിലോ അല്ലെങ്കിൽ നേരിട്ടോ ഇതിലൊക്കെ ഇടപെട്ടവരായിരിക്കും. ഓരോ കുടുംബങ്ങളെയും ബാധിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായതിന്റെ പേരിൽ തന്നെയാണ് എല്ലാവരും ഇതൊരു ഗൗരവമായ പ്രശ്നമായി എടുക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റണമെന്നും ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കുറ്റമറ്റ ഒരു അന്വേഷണം നടത്താനാണ് ഗവൺമെന്റ് തയ്യാറാവേണ്ടത്. വലിയ ഒരു തെറ്റാണ് എന്ന കാര്യം നമ്മൾ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നീറ്റ് എക്സാം പോലെയുള്ള ഒരു എക്സാം, ആ എക്സാമിൽ ഭരണകൂടം ഇപ്പൊ ഭരിക്കുന്നവർക്ക് അവർക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? ഈ കുറ്റകൃത്യം കണ്ടുപിടിച്ചത് ഗവൺമെന്റോ ഇന്റലിജൻസോ അല്ല. നമ്മൾ പുകൾപ്പെട്ട ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. ഈ രാജ്യത്ത് അതിഗൗരവമായ ഒരു കുറ്റകൃത്യം നടത്തിയിട്ട് പണം കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിയിട്ട് ആളുകൾ എഴുതി പാസ്സാകുന്നു. യാദർശികമായി പിടിക്കപ്പെട്ടതാണല്ലോ ഇത്. ഒരു അധ്യാപകൻ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്ക് മോഡൽ പരീക്ഷയ്ക്ക് വേണ്ടി എന്ന നിലയ്ക്ക് അയച്ചു കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ലാസ്റ്റ് നോക്കുമ്പോഴേക്ക് യഥാർത്ഥ ക്വസ്റ്റ്യൻ പേപ്പറും അത് തന്നെ വന്നപ്പോഴാണല്ലോ കുറ്റകൃത്യം കണ്ടെത്തപ്പെടുന്നത്. അതുവരെ ഇത്തരം ഒരു പ്രശ്നം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പോലും ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. നീറ്റ് പോലെയുള്ള ഒരു എക്സാം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, മെഡിക്കൽ രംഗത്തും എഞ്ചിനീയറിംഗ് രംഗത്തേക്കും യോഗ്യത നേടുന്ന പരീക്ഷയാണ്. ആ പരീക്ഷ എത്രമാത്രം കാര്യക്ഷമമായിട്ടാണ് നടന്നു പോയിരുന്നത് മുമ്പൊക്കെ നമുക്കറിയാലോ. വസ്ത്രത്തിന്റെ കുപ്പായത്തിന്റെ കൈ നീണ്ടതിന്റെ കാരണത്താൽ അത് മുറിച്ചിട്ട് പരീക്ഷാ ഹാളിലേക്ക് കയറേണ്ടി വന്ന വിദ്യാർത്ഥികളുണ്ട്. അത്രക്ക് മാത്രം മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചുകൊണ്ട് പരീക്ഷാ ഹാളിലും മറ്റും കടക്കേണ്ടി വന്ന വിദ്യാർത്ഥികൾ, അതൊക്കെ ആ കടമ്പയൊക്കെ കടന്ന് ഈ വലിയ പരീക്ഷയും എഴുതിയിട്ട് പുറത്തേക്ക് വന്നിരിക്കുമ്പോഴാണ് അവർ വഞ്ചിക്കപ്പെടുന്നു എന്നറിയുന്നത്, ഈ പരീക്ഷാ പേപ്പർ ചോർന്നു എന്നറിയുന്നത്. വീണ്ടും അതിനുവേണ്ടി ഒരുങ്ങുക എന്നതിന്റെ മാനസികമായ പിരിമുറുക്കം എത്രയാണ്. ഇവിടെ പലയിടങ്ങളിലും ഇതൊരു വ്യവസായമായി, ഇതൊരു കൊമേഴ്സ്യൽ സംവിധാനമായി കൊണ്ടു നടക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ അതിഭീകരമായ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് പല കുട്ടികളും ഈ പരീക്ഷാ ഹാളിലേക്ക് കടന്നു വരുന്നത്. ഹാഷിം അരിയിൽ, ഞാനൊന്ന് ഇടപെടുന്നത് കൊണ്ട് അങ്ങ് ക്ഷമിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചർച്ചകൾ നമ്മൾ നടത്തിയതാണ്. ഈ വിദ്യാർത്ഥികളുടെ ആശങ്കകളൊക്കെ നമ്മുടെ മുന്നിൽ വന്നതാണ്. അത് അതുപോലെ സ്വീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നീറ്റ് എന്ന് പറയുന്ന നീറ്റിലെ ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സമരം, ആ സമരം തുടങ്ങിയ കാലം തന്നെ അവർ കൃത്യസമയത്താണ് അത്തരത്തിൽ ഇടപെട്ടത്, CJP ഇടപെട്ടത് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. കാരണം ഈ ഒരു സംഗതി നടക്കുകയാണ്. അതിൽ റെമഡിയൽ മെഷേഴ്സ് എടുക്കുന്ന
അതിൽ ഏതാണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യത്തിലാണ് ഒരു പ്രക്ഷോഭവുമായി വളരെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ CJP എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സൃഷ്ടിക്കപ്പെടുകയും അതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. പക്ഷേ ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷം ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്? സർക്കാരുമായി ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം വന്നോ? രാഹുൽ പറഞ്ഞത് ഈ പാർലമെന്റിൽ ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്താൽ മതി, ഞങ്ങൾ സമരം അവസാനിപ്പിക്കുക, അതായത് CJP തുടങ്ങിയിരിക്കുന്ന സമരം അത് ഞങ്ങൾ അവസാനിപ്പിച്ചു തരാം എന്ന് രാഹുൽ പറഞ്ഞു. അപ്പോൾ ചർച്ചയ്ക്ക് സമ്മതമാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയാണ്. പക്ഷേ ആ ചർച്ചയ്ക്ക് വഴങ്ങാതെ ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തിയ സമര നാടകം അത് എന്തിനു വേണ്ടിയായിരുന്നു? പാർലമെന്റിൽ ആ വിഷയം ഉന്നയിച്ചാൽ കൃത്യമായ മറുപടി ഉണ്ടാകുമല്ലോ. പാർലമെന്റിൽ ഉന്നയിക്കുന്നതിന് പുറമെ ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമല്ല, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളില്ലാത്ത പ്രതിപക്ഷവും ഇന്ത്യയിലുണ്ട്. ഭരണകൂടത്തെ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് പ്രതിപക്ഷം എന്ന് പറയരുത്, അത് തെറ്റായ ഒരു ധാരണ. രണ്ടാമത് സമയത്തിടപെട്ടില്ല എന്ന് പറയുന്നതും തെറ്റാണ്. കാരണം ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, സാധാരണ തെന്മന്ന് വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ആള് മരണപ്പെട്ടിട്ടുണ്ട്, ഡോക്ടർ പറഞ്ഞു 10 മിനിറ്റ് മുന്നേ എത്തിച്ചാൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താമായിരുന്നു എന്ന് പറഞ്ഞപ്പോ ആളുകൾ പറയുന്നുണ്ട് തെങ്ങിന്റെ മണ്ടയിൽ നിന്ന് ഇവ വീണ് കിട്ടേണ്ടെന്ന് പറയും. ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം അറിഞ്ഞതിന് ശേഷമാണ് ഇടപെടേണ്ടത്. ഈ പ്രശ്നം ഉണ്ടായതിന്റെ പേരിലാണ് ഇടപെടുന്നത്. ഇത് നീറ്റ് മാത്രമല്ലല്ലോ, നീറ്റ് എന്നല്ല എന്നല്ല പറയുന്നത്. അതോടൊപ്പം നീറ്റല്ലാത്ത ഒരുപാട് പരീക്ഷ നടന്നല്ലോ, UGC എക്സാം, അതിൽ ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കുട്ടികളുടെ 12ാം ക്ലാസ്സിലെ CBSE പരീക്ഷയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി, അതിലും ഇതുപോലെ ചർച്ചയുണ്ടായി. ഇതൊക്കെയും ചോർന്നു പോകുന്ന ഒരു അരിപ്പയായി പരീക്ഷാ സംവിധാനങ്ങൾ മാറിയതിന്റെ പശ്ചാത്തലത്തിലാണ് ആളുകൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നത്. പലപ്പോഴും പ്രതിപക്ഷത്തിന്റെ ശക്തി അവിടെ പാർലമെന്റിൽ പലപ്പോഴും ശക്തിപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ ശക്തിപ്പെടേണ്ടി വന്നത് എന്താണ്? ഇവിടെ നിങ്ങൾ പറയുന്ന ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. ആ ചർച്ചയ്ക്ക് തയ്യാറാകണമെങ്കിൽ ദിവസങ്ങളോളമായി വിദ്യാർത്ഥികൾ അവിടെ തെരുവ് ടെന്റ് കെട്ടിയിട്ട് അവർ സമരം ചെയ്യുന്നു. ആ വിദ്യാർത്ഥികളെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചില്ല, അവരോട് സംസാരിച്ചില്ല. പകരം നിങ്ങൾ ചെയ്തത് എന്താണ്? അതിമാരകമായി അവരാക്രമിച്ചു. ശരീരത്തിൽ പെല്ലറ്റ് ഗണ്ണ് പോലും ഉപയോഗിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളെ നേരിട്ടിരിക്കുന്നത്. അവർ ഷർട്ടുകളും ഡ്രസ്സുകളും അഴിക്കുമ്പോൾ അക്രമ രീതികൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതടക്കം നമുക്ക് വരാം. ശ്രീ ഹാഷിം അരിയിൽ, അപ്പോഴും ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് അങ്ങ് വരുന്നില്ല.